നിഷ്പക്ഷം നിലപാടെന്ന പേരിലും ജംഗ്ഷൻ ഹാക്ക് എന്ന പേരിലും അനിൽ മുഹമ്മദ് എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ചാനൽ ഈ ദിവസങ്ങളിൽ ഞാനൊന്ന് കാണുകയുണ്ടായി. ഒരു 4 ആഴ്ചയ്ക്കുള്ളിൽ, ഒരു മാസത്തിനുള്ളിൽ 4ഓളം വീഡിയോകൾ ഞാൻ കണ്ടു. അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ അബ്ദുൽ നാസർ മദനിയെ പുകഴ്ത്തിപ്പാടുന്ന അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഈ സഹോദരൻ പാലാ പിതാവിനെതിരെയും ആലഞ്ചേരി പിതാവിനെതിരെയും ആന്റണി തറയ്ക്കടവിൽ അച്ഛനെതിരെയും നേരിട്ടും സൈദി ബിൻ ജോർജ് എന്ന് പറയുന്ന ക്രിസ്തു വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തിയെ വെച്ചുകൊണ്ടുമൊക്കെ തന്ത്രപൂർവമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കാം അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഈ വ്യക്തി അബ്ദുൽ നാസർ മദനിക്ക് സ്തുതി പാടുകയും സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന, വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ക്രൈസ്തവപക്ഷത്തു നിന്നുള്ളവരെ ഇത്തരത്തിൽ കടന്നാക്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലെ കാരണം എന്തായിരിക്കും? ഒപ്പം മാർപ്പാപ്പയുടെ ഒരു വിഷയത്തിലും ഇദ്ദേഹം ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിന് ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാരണം എന്ന് പറയുന്നത് ഖുർആൻ 57:27 അവിടെ അള്ളാഹുവിന് സന്യാസം ഇഷ്ടമില്ല. അതുകൊണ്ടായിരിക്കാം മാർപ്പാപ്പ ആ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിക്കും അത് ഇഷ്ടപ്പെടാതെ വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരക്കാർ ഇങ്ങനെയായി തീരുന്നത്? ഇവിടെ പ്രിയപ്പെട്ട സഹോദരൻ അനിൽ മുഹമ്മദിനോട് ആദ്യമേ തന്നെ പറയട്ടെ, ലെവലേശം പോലും ഞങ്ങൾക്കാർക്കും താങ്കളോട് വെറുപ്പില്ല. കാരണം എന്താണെന്നറിയാമോ? താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുകയും ഇത്തരം തക്കിയാകൾ, തന്ത്രപൂർവ്വമുള്ള ഇടപെടലുകൾ സമൂഹ മധ്യത്തിൽ നടത്തുകയും ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഞങ്ങൾ ഇസ്ലാമിക ചരിത്രവും ഖുറാനും ഹദീസുകളും വായിച്ച് പഠിച്ചതിൽ നിന്നും അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് 6-ാം നൂറ്റാണ്ടിൽ പ്രത്യക്ഷപ്പെട്ടത് മുതൽ ഇന്ന് വരെയുള്ള ഇസ്ലാമിക ചരിത്രത്തിലൂടെ കടന്നു പോകാൻ ഇടയായതുകൊണ്ടും എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പെരുമാറുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം 50-ലധികം വരുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്നുകൊണ്ട് എന്താണ് ഇസ്ലാം എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഭാരതത്തെ രണ്ടാക്കി മുറിക്കുകയും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും യഥാർത്ഥമായി ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ടും എന്തുകൊണ്ടാണ് അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഈ വ്യക്തി ഇങ്ങനെ പെരുമാറുന്നതെന്നും ഇത്തരം തന്ത്രങ്ങൾ സ്വീകരിക്കുന്നതെന്നും ഞങ്ങൾക്ക് മനസ്സിലാകും. കൂടാതെ കേരളത്തിൽ ലക്ഷക്കണക്കിന് കോപ്പി വിറ്റിട്ട് മലയാളം ഖുറാൻ്റെ കോപ്പി വിറ്റഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അൽ ഫാത്തിഹ എന്ന് പറയുന്ന ഖുറാൻ്റെ ആദ്യത്തെ അധ്യായത്തിൻ്റെ വ്യാഖ്യാനം അത് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടായിരിക്കാം അനിൽ മുഹമ്മദിനെ പോലെയുള്ളവർ ഇത്തരം തക്യാകളുമായി വരുന്നത് എന്നുള്ളത്. ആ ഖുറാൻ്റെ മലയാളം വ്യാഖ്യാനത്തിൽ അൽ ഫാത്തിഹ 17ഓളം പ്രാവശ്യം ഒരു മുഹമ്മദിയൻ ഒരു ദിവസം ഓതുന്ന ആ അൽ ഫാത്തിഹയുടെ വ്യാഖ്യാനം നമുക്ക് കാണുമ്പോൾ ഇങ്ങനെയാണ്: വഴിപിഴച്ചവർ എന്നതുകൊണ്ട് ക്രിസ്ത്യാനികളെയും ശപിക്കപ്പെട്ടവർ എന്നതുകൊണ്ട് യഹൂദരെയുമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അതിൻ്റെ താഴെ വ്യാഖ്യാനം വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് കോപ്പി കേരളത്തിൽ വിറ്റഴിച്ചിട്ടുണ്ട്. പക്ഷേ ക്രൈസ്തവ പക്ഷത്തുനിന്നുള്ള ഞങ്ങളാരും ഇതിനെതിരെ ബഹളം വെക്കുകയോ കേസ് കൊടുക്കുകയോ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? അത്രയേ ബോധം ഈ ഗ്രന്ഥം എഴുതിയുണ്ടാക്കിയവർക്ക് ഉള്ളുവെന്നും ഇതിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഇത്രത്തോളമേ വകതിരിവുള്ളുവെന്നും മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. കാരണം ഒരു സമൂഹം 7ഓളം നൂറ്റാണ്ടുകൾ വിശ്വസിച്ചു വരികയും വിവിധ ഭാഷകളിൽ ബൈബിൾ തർജ്ജമ ചെയ്യപ്പെടുകയും ചെയ്യുന്നത് വരെ എവിടെയോ കിടന്നുറങ്ങിയ ഒരു ശക്തി മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയിലൂടെ ഇത്തരം കാര്യങ്ങളുമായി കടന്നു വരുമ്പോൾ അത് ഏത് ശക്തിയാണ് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളാരും അതിനോടെതിരെ പ്രതികരിക്കാത്തതും. അത്തരം ഗ്രന്ഥങ്ങൾ ഇവിടെ പ്രചരിക്കപ്പെടട്ടെ. അപ്പം ഇങ്ങനെ പറയുമ്പോൾ അനിൽ മുഹമ്മദിനെ പോലെയുള്ള സഹോദരങ്ങൾ പറയാൻ സാധ്യതയുണ്ട്, ഇയാൾ പറയുന്നത് ഏതെങ്കിലും മലയാളം ഖുറാൻ അറിയത്തില്ലാത്തവർ തർജ്ജമ ചെയ്ത മലയാളം ഖുറാൻ വായിച്ചിട്ടാണ് ഇയാൾ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് എന്ന് അനിൽ മുഹമ്മദ് എനിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് സൗദി അറേബ്യയിൽ നിന്ന് പ്രസിദ്ധപ്പെടുന്ന ഈ ഗ്രന്ഥത്തിൻ്റെ 86-87 പേജുകളിൽ മലയാള ഖുറാൻ്റെ പരിഭാഷയിൽ കാണുന്ന ശപിക്കപ്പെട്ടവരെന്നതുകൊണ്ട് യഹൂദരെയും വഴിപിഴച്ചവരെന്നതുകൊണ്ട് ക്രിസ്ത്യാനികളെയുമാണെന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവ് സൗദിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുറത്തുവിടുകയാണ്. അല്ലെങ്കിൽ അൽ മുഹമ്മദിനെ പോലെയുള്ളവർ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും പ്രചാരകരായി മാറുവാൻ ഈ വീഡിയോ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാനിത് ഇത്തരത്തിൽ കൃത്യമായ തെളിവ് കാണിക്കുന്നത്. അതിങ്ങനെയാണ്. 87-ാമത്തെ പേജ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. In comparison, Jews abandoned practicing the religion while the Christians lost the true knowledge. This is why anger, ശാപം, കോപം descended upon the Jews while being described as led astray. എങ്ങനെയാണ് വിളിക്കപ്പെടുന്നത്? led astray, വഴിപിഴച്ചവർ, is more appropriate for Christians. ഇത്തരം ഒരു പ്രത്യയശാസ്ത്രത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ വിശ്വസിക്കുകയും അതിൻ്റെ പ്രചാരകനാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തി സ്വാഭാവികമായും
ക്രൈസ്തവ പക്ഷത്ത് നട്ടലോടുകൂടി സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ പ്രതികരിക്കുന്നവരെ പ്രതിസ്ഥാനത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രിയ സഹോദര അനിൽ മുഹമ്മദെ. അതുകൊണ്ട് തന്നെ അങ്ങയോടൊന്നും ഞങ്ങൾക്ക് ലെവലേശം പോലും വെറുപ്പില്ല എന്ന് പറയട്ടെ. കാരണം നിങ്ങളല്ല, നിങ്ങൾ ചെറുപ്പം മുതലേ അരച്ചു കലക്കി കുടിച്ച് പഠിച്ചു വരുന്ന പ്രത്യയശാസ്ത്രമാണ് നിങ്ങളെ കൊണ്ട് ഇത്തരം തക്കിയാകളിലേക്ക് നീങ്ങുവാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും. ഒറ്റ കാര്യം കൂടി പറയാം, ഇത് ഇസ്ലാമിക ചരിത്രം, ഇത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് വേണ്ടി ഇറക്കുന്ന ഗ്രന്ഥമാണ്. ഇത് വായിച്ചാൽ അങ്ങേയറ്റം വെളുപ്പിച്ചതും ന്യായീകരിച്ചതാണെങ്കിൽ പോലും ഇതിൻ്റെ വരികൾക്കിടയിൽ എങ്ങനെയാണ് ഇസ്ലാം ലോകത്തിൽ പടർന്നു പന്തലിച്ചത് എന്നുള്ളതിൻ്റെ കൃത്യമായ രേഖ, വെളുപ്പിച്ച രേഖ നമുക്ക് ലഭിക്കും. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കൺമുമ്പിലുണ്ട് പ്രിയ സഹോദര അനിൽ മുഹമ്മദെ. അതുകൊണ്ടാണ് താങ്കൾ എന്ത് ചെയ്യുന്നത്? അബ്ദുൽ നാസർ മദനിയെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അബ്ദുൽ നാസർ മദനി ആരാണെന്നും എന്താണെന്നും അറിഞ്ഞുകൂടാത്തവർക്ക് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളെക്കുറിച്ച് ഇന്നേ വരെ അബ്ദുൽ നാസർ മദനി അനുദപിച്ചിട്ടില്ല. അത് തെറ്റാണെന്ന് ഏറ്റു പറഞ്ഞിട്ടില്ലെന്ന് ഓർക്കണം. അബ്ദുൽ നാസർ മദനിയുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാനത് കേൾപ്പിക്കാം. ഒപ്പം 2 വീഡിയോകൾ ഞാൻ ചേർത്ത് വെക്കുകയാണ്. ഒന്ന്, ഇസ്ലാം എങ്ങനെയാണ് ലോകത്തിൽ പടർന്നു പന്തലിച്ചത് എന്നുള്ളത് പഠിപ്പിക്കുന്ന ആധികാരികമായ ഇസ്ലാമിക നേതാവ് പഠിപ്പിക്കുന്ന ഒരു വീഡിയോയും അബ്ദുൽ നാസർ മദനിയുടെ ഒരു പ്രസംഗവും ചേർത്ത് വെക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇദ്ദേഹം അബ്ദുൽ നാസർ മദനിയെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഈ 2 വീഡിയോകൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരും. പ്രവാചകനെയും അല്ലാഹുവിനെയും ആരെങ്കിലും ആക്ഷേപിച്ചാൽ ആ ആക്ഷേപിക്കുന്നത് ന്യൂമാൻ കോളേജിലെ നക്കാപ്പിച്ചാലോ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു നാളെന്തത്തെ മൂന്നാംകിലെ എംബോക്കി പ്രൊഫസറായാലും അതല്ല ഏതെങ്കിലും ചുണ്ടപ്പാറയിൽ കൊണ്ട് നടന്നിട്ട് പുസ്തകം വിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാലാത്തുട്ടുകൾ കൊണ്ട് കാശ് വാങ്ങി അരി വാങ്ങി കഴിച്ചിട്ട് കഞ്ഞി വെച്ച് കുടിക്കേണ്ട ഗതികേട് അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ പാസ്റ്ററല്ല ആക്ഷേപിക്കുന്നത് അവരുടെ സ്വന്തം പിതാക്കന്മാരായാലും അവരോട് സന്ധിയാകാൻ വിശ്വാസികൾക്ക് കഴിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തൊട്ട് മുമ്പിൽ ബോംബെയിലിരിക്കുമ്പോൾ യുദ്ധബന്ധത്തിലായ പിതാവ് വാചകന്റെ പേരും അവിടുത്തെ കുടുംബപ്പേരും ചേർത്തുകൊണ്ട് ആക്രമിച്ചു. ഏതാനും മിനിറ്റുകൾ നീണ്ട പോരാട്ടത്തിന്റെ ഒടുവിൽ ഒരു കലാന്തരീക്ഷത്തിലുള്ള ഫുട്ബോൾ പോലെ പറക്കുകയാണ്. Welcome back to Let the Quran Speak. Now, Brother Shabir, every week we go into whole new topics and we discuss interesting things. This is a topic that tends to come up over and over again, especially if you look at Islamic history. This idea that Islam was spread by the sword, this idea that Muslim invaders went from one land to another land, forcing people to convert to Islam, which is why Islam spread so quickly. Because starting from a small town in Mecca, it reached most of the world in amazing speeds. And we had Muslims span across the globe at an amazing pace. And a lot of people do attribute that to the idea that these people were forced to convert to Islam. How much truth does that carry? Well, I think we should distinguish between 2 things here. One is the spread of the Islamic Empire, and 2, the spread of Islam as a faith. Mm-hmm. To a certain extent, one can say, okay, the Islamic Empire expanded the way that empires normally did expand, which was in the past by the use of might. The lines of countries eventually came to be drawn after battles were fought, and where the 2 sides came to a kind of a stalemate, that's where the line gets drawn in between. And we know that this side belongs to that army and this side belongs to the other army. Eventually we have countries being marked on our globe in this particular way. So empires did expand in this particular way. And at the time when Islam started out as a very small group of people, or Muslims were a very small group of people, they had to struggle for their own existence against the many others who were struggling against them. And eventually they did become a formidable group who were able to expand as well militarily. And so to that extent, one can say, okay, the Muslim empire expanded like other empires did expand. ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകൾ കണ്ടാൽ തീരാത്ത പോലെയുള്ള ജോസഫ് മാഷിൻ്റെ കൈകാലുകൾ വെട്ടിയതിനെ ന്യായീകരിച്ചതടക്കമുള്ള നിരവധി വീഡിയോകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പൊളിറ്റിക് ഇസ്ലാം ലോകത്തിൽ പിടിമുറുക്കുന്നത് എങ്ങനെയാണ്? ഒന്നിത്തരം കപട മതേതരവാദികളിലൂടെയും മറ്റൊന്ന് പ്രത്യയശാസ്ത്ര ആക്രമണങ്ങളിലൂടെയും പിന്നീട് ഇരവാദം മുഴക്കിക്കൊണ്ടും സംഘടിത ശേഷിയിലൂടെയൊക്കെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം ലോകത്ത് പടർന്നു പന്തലിച്ചത് എന്ന് ഞങ്ങൾക്കറിയാം. അതിൻ്റെ ചരിത്രത്തിൽ നിന്നും ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ അടക്കമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്നും എന്താണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നും എങ്ങനെയാണത് ലോകത്തെ പിടിച്ചു കുലുക്കുന്നത് എന്നും എങ്ങനെയാണ് ലോകത്തിൽ അതിനെ നീരാളിപ്പെടുത്തും അത് മുറുക്കുന്നതെന്നും ഞങ്ങൾക്കറിയാവുന്നതാണ്.
അറിയുന്നത് കൊണ്ട് തന്നെ ഇത്തരം തക്യാകളെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്നാലും പ്രിയപ്പെട്ട സഹോദര അനിൽ മുഹമ്മദെ, അങ്ങയോട് ഒരു കാര്യം പറയാം. ഞങ്ങൾക്ക് ലെവലേശം പോലും അങ്ങയുടെ ഇത്തരം തന്ത്രങ്ങളിലും നിഷ്പക്ഷമല്ലാത്ത നിലപാടുകൾ തങ്ങൾ സ്വീകരിക്കുമ്പോഴും താങ്കളോട് ഞങ്ങൾക്ക് ലെവലേശം പോലും വിരോധമില്ല. കാരണം എന്താണെന്നറിയാമോ? നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ശപിക്കുന്നവരെ അനുഗ്രഹിക്കുകയും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ ഒരു പ്രത്യയശാസ്ത്രത്തിലും ഒരു ഗുരുനാഥനിലുമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചവനാണ് ഞങ്ങളുടെ കർത്താവ്. അതുകൊണ്ട് താങ്കൾക്ക് നന്മ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു.